السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. إلهي لا تعذبني فإني مقر بالذي قد كان مني. يظن الناس بي خيرا فإني لشر الخلق إن لم تعف عني. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൃപ കടാക്ഷം കൊണ്ട് നമ്മിൽ നിന്നും സംഭവിച്ച എല്ലാ വീഴ്ചകളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം പാപരഹിതമായ നിലയിൽ ജീവിക്കാൻ നാഥൻ നമുക്കെല്ലാം തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ടവരുടെയും നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, ഒരിക്കൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എന്തോ ഓർത്തിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് പ്രിയ പത്നി കരഞ്ഞുകൊണ്ടിരിക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, മാ യുബ്കികി യാ ആയിഷ? ആയിഷ, നിന്നെ കരയിപ്പിച്ച കാര്യം എന്താണ്? നീ എന്തിനാണ് കരയുന്നത്? എന്തിന്റെ പേരിലാണ് നീ കരയുന്നത്? ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, നബിയേ, ദക്കർത്തുൻ നാറ ഫബകൈതു. നരകത്തെക്കുറിച്ച് ഞാൻ ഓർത്തുപോയി നബിയേ, അത് കാരണം കൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പുണ്യ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ എന്ന് പേരെഴുതി ഒരു ഒമ്നി വാഹനം പള്ളിയുടെ മുന്നിലുള്ള വീടിന്റെ വാതിൽക്കൽ പാർക്ക് ചെയ്തിട്ടുള്ളതായി വീട്ടുകാർ ആക്ഷേപം ബോധിപ്പിച്ചിട്ടുണ്ട്. ദയവായി ആ വണ്ടി എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബിലാൽ എന്ന പേരെഴുതിയ ഒരു ഒമ്നി വാഹനം. ഇവിടെ ആരെയല്ലേ?
പുറത്തുള്ള ആരെങ്കിലാണോ? പുറത്താരെങ്കിലും ബിലാൽ എന്ന് പറയുന്ന പേരിൽ എഴുതിയേക്കുന്ന ഒമ്നി വാഹനം ആരെ മാറ്റിക്കൊടുക്കുക ഇൻഷാ അല്ലാഹ്. വഴിയിൽ നിന്നും മനുഷ്യർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന മുള്ളെടുത്തു മാറ്റിയാൽ അത് ധർമ്മമാണെന്ന് പഠിപ്പിക്കപ്പെട്ട നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കും വഴി തടസ്സമാകുന്ന നിലയിൽ ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. ഒരു പക്ഷേ സഹോദരൻ അറിയാതെ സംഭവിച്ചതാകാം. എന്നാൽ തന്നെയാണെങ്കിലും മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാകുന്ന രീതിയിൽ ഒന്നും തന്നെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം, അതും ജുമുഅയുടെ സമയത്ത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്, എന്തിനാ കരയുന്നത്? ആയിഷ ബീവി പറഞ്ഞ മറുപടി, ദക്കർതുൻ നാറ ഫബക്കൈതു. നബിയേ, വേറൊന്നുമല്ല, നരകത്തെ കുറിച്ച് ഞാൻ ഓർത്തു, ഫബക്കൈതു, അതുകൊണ്ട് ഞാൻ കരഞ്ഞതാണ്. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു കാര്യം ചോദിച്ചു. എന്താണെന്നറിയോ? തങ്ങളെ, ഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ, നബിയെ, അങ്ങ് ഖിയാമത്ത് നാളിൽ അങ്ങയുടെ കുടുംബത്തെ കുറിച്ച് ഓർക്കുമോ? നരകത്തെ കുറിച്ച് ഓർത്തത് കൊണ്ട് കരഞ്ഞു പോയതാണ് നബിയെ. അങ്ങ് ഖിയാമത്ത് നാളിൽ അങ്ങയുടെ കുടുംബത്തെ കുറിച്ച് ഓർക്കുമോ എന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. തങ്ങൾ കൊടുത്ത മറുപടി എന്താ? നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 ഭയാനകരമായ രംഗങ്ങളുണ്ട് ഖിയാമത്ത് നാളിൽ. ആ രംഗങ്ങളിൽ ആരും ആരെയും ഓർക്കുകയില്ല ആയിഷ റളിയല്ലാഹു അൻഹ. എന്തൊക്കെയാണത്? ഇൻദൽ കിതാബ്, ഇൻദൽ മീസാൻ, ഇൻദസ് സിറാത്ത്. 3 രംഗങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ഇൻദൽ കിതാബ്, ഗ്രന്ഥം നൽകുന്ന സമയം. വലത് കൈയിലാണോ ഇടത് കൈയിലാണോ ഗ്രന്ഥം ലഭിക്കുക എന്ന് ഉറപ്പില്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ ആരും ആരെയും ഓർക്കുകയില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കേണ്ട രംഗങ്ങളാണ് അല്ലേ? ഈമാൻ കാര്യങ്ങളിൽ അവസാനത്തത് എന്താ? അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തെ കൊണ്ടുള്ള വിശ്വാസം. അന്ത്യദിനത്തെ കൊണ്ടുള്ള വിശ്വാസത്തിൽ പെടുന്നതാണ് ഇതെല്ലാം. രണ്ടാമത്തെ രംഗം എന്താ? കിതാബ് നൽകപ്പെടുന്ന സമയം. ഒന്നാമത്തത് കിതാബ് നൽകപ്പെടുന്ന സമയമാണ്. രണ്ടാമത്തത് ഇൻദൽ മീസാൻ, മീസാൻ എന്ന ത്രാസിന്റെ അവസരത്തിൽ നന്മ തിന്മകൾ തൂക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നന്മയാണ് മുൻതൂക്കമെങ്കിൽ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന മനോഹരമായ കാഴ്ച, തിന്മയാണ് മുൻതൂക്കമെങ്കിൽ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഭീതിജനകമായ കാഴ്ച. അപ്പോൾ മീസാൻ എന്ന ത്രാസിന്റെ അവസരത്തിലും ആരും ആരെയും ഓർക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്. മൂന്നാമത്തേത് എവിടെയാ? ഇൻദസ് സിറാത്ത്, സിറാത്ത് പാലത്തിന്റെ അടുക്കലാണ്. സിറാത്ത് പാലം ജഹന്നം എന്ന നരകത്തിന്റെ മുകളിൽ നാട്ടപ്പെടുന്നതായ സാഹചര്യത്തിൽ, അതിലേക്ക് എല്ലാ മനുഷ്യരെയും കടത്തിവിടുന്നതായ സാഹചര്യത്തിൽ ആരും ആരെയും ഓർക്കുകയില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ബഹുമാനികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയ പത്നിയോട് പറഞ്ഞതെന്താ? ആരും ആരെയും ഓർക്കാത്ത രംഗമാണ് സിറാത്ത് എന്ന പാലം, അല്ലേ? എന്നാൽ ഓരോരുത്തരും എന്തുകൊണ്ടാണ് മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാത്തത്? സിറാത്ത് എന്ന പാലത്തിലൂടെ അപ്പുറത്തേക്ക് കടക്കാൻ കഴിയുകയില്ല എങ്കിൽ പിന്നെ അവന്റെ വാസസ്ഥലം ജഹന്നം എന്ന നരകമാണ്.
അപ്പൊ ജഹന്നം എന്ന നരകത്തിലേക്ക് വീഴുമോ എന്ന ഭയം, അതുകൊണ്ടാണ് ആരും ആരെയും ഓർക്കാത്തത്. അങ്ങനെയാണോ നബിയും? ആലോചിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഓർക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഈ സിറാത്ത് എന്ന പാലത്തിലേക്ക് ഞാൻ കടക്കുമ്പോ ആ ജഹന്നം എന്ന നരകത്തിലേക്ക് വീഴുമോ എന്ന ഭയമാണോ അവിടെ തങ്ങൾക്കുള്ളത്? അല്ല. പിന്നെ എന്റെ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ജഹന്നം എന്ന നരകത്തിലേക്ക് വീഴുമോ എന്ന ടെൻഷനാണ്, പ്രയാസമാണ് മുത്തുനബി തങ്ങൾക്ക് അവിടെ. അതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അന ഖായിമുൻ അല സിറാത്ത്, സിറാത്ത് പാലത്തിന്റെ അടുക്കൽ ഞാൻ ഉണ്ടാകും നിങ്ങൾക്ക് വേണ്ടി. അല്ലാഹുമ്മ സല്ലിം. നമ്മൾ ഓരോരുത്തരും കടക്കുമ്പോൾ അല്ലാഹുവിനോട് പറയും, അല്ലാഹുമ്മ സല്ലിം, റബ്ബേ ഈ മനുഷ്യനെ നീ രക്ഷപ്പെടുത്ത്. എന്റെ സമുദായത്തിൽപ്പെട്ട ആളാണ്, എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയ ആളാണ്, എന്റെ സുന്നത്ത് മുറുകെ പിടിച്ച ആളാണ്. അല്ലാഹുമ്മ സല്ലിം, റബ്ബേ ഈ മനുഷ്യനെ നീ രക്ഷപ്പെടുത്തണമേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ പ്രയാസം, തങ്ങളുടെ ടെൻഷൻ, തങ്ങളുടെ ബുദ്ധിമുട്ട്, തങ്ങളുടെ കാര്യം ഓർത്തിട്ടല്ല, പിന്നെയോ സമുദായത്തിന്റെ കാര്യം ഓർത്തിട്ട്, എന്റെയും നിങ്ങളുടെയും കാര്യം ഓർത്തിട്ടാണ്. വെള്ളിയാഴ്ച ദിവസം എന്റെ മേൽ നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളിൽ ആരെല്ലാം ഒരു സ്വലാത്തെങ്കിലും ചൊല്ലിയിട്ടുണ്ടോ? ആലോചിച്ച് നോക്കൂ ബഹുമാനികളെ. ആ നേതാവാണ് നമുക്ക് ഖിയാമത്ത് നാളിൽ സിറാത്ത് എന്ന പാലത്തിൽ രക്ഷകനായിട്ട് വരാനുള്ളത് എന്നതാണ്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയേ, ഖിയാമത്ത് നാളിൽ എനിക്കൊന്ന് അങ്ങയെ കാണണമെന്ന് വിചാരിച്ചാൽ അങ്ങയെ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? അഷ്റഫുൽ ഖൽഖല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അംബിയാ മുർസലുകളുടെ നേതാവല്ലേ തങ്ങൾ. ഖിയാമത്ത് നാളിൽ അങ്ങയെ ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നിയാൽ അയിന അത്ലുബുക, ഞാൻ അങ്ങയെ എവിടെയാണ് അന്വേഷിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? അർശിന്റെ താഴെ വലിയൊരു സിംഹാസനമുണ്ട്, ആ സിംഹാസനത്തിൽ സ്വർണ്ണ കിരീടവും വെച്ച് ഞാൻ ഇരിക്കും എന്നാണോ തങ്ങൾ പറഞ്ഞത്? അല്ല, ഉത്ലുബ്നി അല സിറാത്ത്, സിറാത്ത് എന്ന പാലത്തിന്റെ അടുക്കൽ നീ എന്നെ അന്വേഷിച്ചു എന്നതാണ്. അംബിയാ മുർസലുകൾക്കെല്ലാം ഇരിക്കുന്നതിന് വേണ്ടി സ്വർണ്ണ ഇരിപ്പിടങ്ങളെല്ലാം ഉണ്ടാകും. എന്നാൽ തങ്ങൾ എവിടെ നിലയുറപ്പിക്കും? ഞാൻ ആ സിംഹാസനത്തിൽ നിന്നും ഉണ്ടാവുകയില്ല. അന ഖായിമുൻ അല സിറാത്ത്, സിറാത്ത് എന്ന പാലത്തിന്റെ അടുക്കൽ ഞാൻ ഉണ്ടാകും. എന്നെ നീ അവിടെ അന്വേഷിച്ചു. അവിടെ കണ്ടില്ല എങ്കിൽ മീസാൻ എന്ന ത്രാസിന്റെ അടുക്കൽ ഞാൻ ഉണ്ടാകും. ഇവിടെ രണ്ട് സ്ഥലത്തും ഇല്ല എങ്കിൽ ഇൻദൽ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ഞാൻ ഉണ്ടാകുമെന്ന് അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ബഹുമാനികളെ, സിറാത്ത് പാലം എന്നുള്ളത് ഖിയാമത്ത് നാളിന്റെ രംഗങ്ങളിൽ അതിഭീതിജനകമായ ഒരു രംഗമാണ്. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത്, ഒരാൾ മറ്റൊരാളെ കുറിച്ച് ആലോചിക്കാത്തൊരു രംഗമാണ്, ചിന്തിക്കാത്ത രംഗമാണ്. ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, വമൽ ജിസ്റു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ എന്താണ് സിറാത്ത് പാലം? എന്താണ് തങ്ങളെ സിറാത്ത് പാലം എന്ന് പഠിപ്പിച്ചു തന്നാലും തങ്ങൾ പറഞ്ഞു, ദഹ്ലുൻ മുസില്ലത്തുൻ, ആദ്യമായി പറഞ്ഞതാണ് ദഹ്ലുൻ മുസില്ലത്തുൻ, വഴുതി വീഴുന്ന തെന്നലുള്ള സ്ഥലം എന്നാണ്. സുബ്ഹാനല്ലാഹ്, ദഹ്ലുൻ മുസില്ലത്തുൻ, വഴുതി വീഴുന്ന തെന്നലുള്ള സ്ഥലം മാത്രമല്ല, അദഖു മിനശ് ശഅർ വഅഹദ്ദു മിനസ് സൈഫ്, മുടിയേക്കാൾ നേർത്തതും വാളിനേക്കാൾ മൂർച്ചയുള്ളതുമാണ്. എത്രയാ ദൂരം എന്നറിയോ? 15,000 വർഷം വഴി ദൂരമാണ് അതിനുള്ളത്. നമ്മൾ പാലം എന്ന് പറഞ്ഞാൽ എത്ര, ഒരു പാലത്തിന്റെ ദൂരം എത്ര ഉണ്ടാവില്ലേ? അത്രയല്ലേ കിടക്കേണ്ടുള്ളൂ നമ്മൾ ചിന്തിക്കും. ഇല്ല, 15,000 വർഷം ആണ് സിറാത്ത് പാലത്തിന്റെ ദൂരമെന്ന് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 5,000 വർഷം കുത്തനെയുള്ള കയറ്റമാണ്. അതും ഇരുട്ടും മുടിയേക്കാൾ നേർത്തതും വാളിനേക്കാൾ മൂർച്ചയുമുള്ളതായ പാലം. 5,000 വർഷം ഇറക്കമാണ് ഹുബൂത്ത്, 5,000 വർഷം മുസ്തവിൻ, നേരായ നിലയിലുള്ള സ്ട്രെയിറ്റ് റൂട്ടാണ്.
ഇങ്ങനെ 15,000 വർഷം ദൂരം സഞ്ചരിച്ചാൽ മാത്രമാണ് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്നാൽ സിറാത്ത് പാലം കടക്കാതിരിക്കാൻ എന്തെങ്കിലും രക്ഷയുണ്ടോ? ഇല്ല, അതൊരാൾക്കും കഴിയില്ല. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. ജഹന്നമിന്റെ അടുക്കൽ എല്ലാവരും വരുമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നടപ്പിലാക്കപ്പെടുന്ന തീരുമാനമാണ്. ഹത്മൻ മഖ്ദിയാ, നടപ്പിലാക്കപ്പെടുന്ന തീരുമാനമാണ്. എവിടെ? ജഹന്നം എന്ന നരകത്തിന്റെ അടുക്കൽ. അത് സിറാത്ത് എന്ന പാലമാണ്. ജഹന്നം എന്ന നരകത്തിന്റെ മുകളിൽ നാട്ടപ്പെട്ട സിറാത്ത് എന്ന പാലം. അത് വരാതിരിക്കാൻ ഒരാൾക്കും നിർവാഹമില്ല. സിറാത്ത് എന്ന പാലത്തിന്റെ അടുക്കലേക്ക് വരാതിരിക്കാൻ കാരണം എന്താ? പരിശുദ്ധ ഖുർആൻ ശരീഫ് സാക്ഷിയാണ്. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. ആ സിറാത്ത് എന്ന പാലത്തിന്റെ അടുക്കൽ വരാതെ ഒരാളും രക്ഷപ്പെടുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ ശരീഫ് നമുക്ക് സാക്ഷിയാണ്. ബഹുമാനികളെ, ഇനി പാലത്തിൽ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? അതാണ് നമ്മൾ മാർഗം, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. തങ്ങളൊരു ഹദീസ് ഉണ്ട്, മൻ മശാ മഅ അഖീഹി ഫീ ഹാജത്തിൻ. ഒരു സഹോദരന്റെ ആവശ്യത്തിലായിട്ട് ഒരു മനുഷ്യൻ അവന്റെ കാൽപാദം ഉപയോഗിച്ച് നടന്നാൽ ആ ആവശ്യത്തിന്റെ തീരുമാനമാകുന്നത് വരെ, ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് തീരുമാനമായി, ഒന്നുകിൽ നടപ്പിലായി അല്ലെങ്കിൽ നടപ്പിലായില്ല എന്ന് അറിയുന്നത് വരേക്കും ആ മനുഷ്യന്റെ കൂടെ നടന്നാൽ അസ്ബത്തല്ലാഹു അസ്സ വജല്ല ഖദമഹു അലാ സിറാത്ത്. ആ മനുഷ്യന്റെ കാൽപാദങ്ങളെ സിറാത്ത് പാലത്തിൽ അല്ലാഹു തആല സ്ഥിരപ്പെടുത്തുന്നതാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ആളുകളുടെ കാൽപാദങ്ങൾ ഖിയാമത്ത് നാളിൽ സിറാത്ത് പാലത്തിൽ നിന്നും വഴുതി വീഴുകയില്ല എന്നാണ് തങ്ങൾ പഠിപ്പിക്കുന്നത്. മൻ മശാ മഅ അഖീഹി ഫീ ഹാജത്തിൻ. തീരുമാനമാകുന്നതുവരേക്കും ആ മനുഷ്യനോട് കൂടെ തന്നെ നിന്നു. എന്നാൽ അസ്ബത്തല്ലാഹു ഖദമഹു അലാ സിറാത്ത്. സിറാത്ത് പാലത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് തന്റെ സഹോദരന്റെ ആവശ്യത്തിൽ ആ സഹോദരനോട് കൂടെ നിൽക്കുക എന്നത്. മറ്റൊരു മാർഗം എന്താണെന്നറിയാം? നമുക്ക് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമാണ് ഉൽഹിയ്യത്ത് കർമ്മം എന്നുള്ളത്. ഉൽഹിയ്യത്ത് കർമ്മം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളിമൂ ലഹായാകും ഫഇന്നഹാ അലാ സിറാത്തി മതായാകും. നിങ്ങൾ ഉൽഹിയ്യത്തിന് തിരഞ്ഞെടുക്കുന്നത് നല്ല മൃഗത്തെ ആകണം. ആ മൃഗത്തോട് നിങ്ങൾ ആദരവ് പുലർത്തണം. എന്തിനാണെന്നറിയോ? ഫഇന്നഹാ അലാ സിറാത്തി മതായാകും. 15,000 വർഷം നിങ്ങൾ സഞ്ചരിക്കേണ്ട സിറാത്ത് പാലത്തിൽ നിങ്ങൾക്കുള്ള വാഹനമാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉൽഹിയ്യത്ത് അറുക്കുക അല്ലെങ്കിൽ ഒരു ഷെയർ ചേരുക എന്നത് സിറാത്ത് പാലത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗമാണ്. സുബ്ഹാനല്ലാഹ്, എന്ത് എളുപ്പമുള്ള മാർഗമാണ്. അല്ലാഹു തആല നമുക്കെല്ലാം ചെയ്യാൻ തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. ഒരു ഷെയർ കൂടാൻ ബഹുമാനികളെ ആർക്കാ കഴിയാത്തത്? സിറാത്ത് പാലത്തിന്റെ രംഗങ്ങളൊന്ന് ഓർത്താൽ മതിയല്ലോ നമുക്ക്. അല്ലാഹു തആല അതിനുള്ള എല്ലാ തൗഫീഖും നസീബാക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, അള്ളിമൂ ലഹായാകും ഫഇന്നഹാ അലാ സിറാത്തി മതായാകും. അത് സിറാത്ത് പാലത്തിലുള്ളതായ വാഹനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല സിറാത്ത് പാലത്തിലുള്ള വാഹനമാണ്. ഇവിടെ അല്ലാഹു തആല പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദാ. മുത്തഖീങ്ങളെ അല്ലാഹു തആല ഖിയാമത്ത് നാളിലേക്ക് വഫ്ദാ, റുക്ബാൻ എന്നാണ് അതിന്റെ തഫ്സീർ. വാഹനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോകുന്നത്. ഏതാണ് ആ വാഹനം? അത് ഉൽഹിയ്യത്ത് മൃഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിശദീകരിക്കുന്നു. ബഹുമാനങ്ങളെ, ഖിയാമത്ത് നാളിൽ ഉൽഹിയ്യത്ത് അറുത്ത ആൾക്ക് നടക്കേണ്ടി വരും.
ഖിയാമത്ത് നാളിൽ ഉലഹിയത്ത് സ്വീകരിക്കപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവര് ഖബറിൽ നിന്നും എഴുന്നേൽക്കുന്ന സമയത്ത് വജദഹു ഇൻദ റഅസിൽ ഖബർ, ഖബറിന്റെ ഓരത്തിൽ ഈ മൃഗത്തെ കാണാൻ കഴിയും. നമ്മളെ പോത്തിനെയല്ല അവിടെ കാണുന്നത്, പോത്തിനെ കണ്ടു പേടിക്കണ്ട. പിന്നെയോ ഖബറിന്റെ അടുക്കലുള്ളത് സുന്ദരമായ മനോഹരമായ രൂപമായിരിക്കും. അപ്പൊ ഈ മനുഷ്യൻ ചോദിക്കുമെന്നാണ്, നമ്മൾ ഓരോരുത്തരും ചോദിക്കുമെന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മൻ അൻത, നീ ആരാ? ഇത്രയും ഭംഗിയുള്ള ഒന്നിനെയും ഞാൻ ദുനിയാവിൽ കണ്ടിട്ടില്ലല്ലോ. മൻ അൻത, നീ ആരാ? അപ്പോൾ ആ മൃഗം ഈ മനുഷ്യനോട് പറയുമെന്നാണ്, അന ഖുർബ അല്ലദീ ഖറബതനി ഫി ദുനിയാ, ദുനിയാവിൽ നീ ഒരു ഉൽഹിയത്ത് അറുത്തില്ലേ, ആ ഉൽഹിയത്ത് അല്ലാഹു തആല സ്വീകരിച്ചു. ആ മൃഗമാണ് ഞാനെന്ന് ഈ മനുഷ്യനോട് ആ വാഹനം സംസാരിക്കുമെന്നാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യദ്ഹബു ബിഹി ഇലാ ദില്ലിൽ അർശ്, അർശിന്റെ തണലിലേക്ക് ആ മനുഷ്യനെയും കൊണ്ട് ആ മൃഗം പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർശിന്റെ തണലിൽ നിന്ന് പിന്നീട് എങ്ങോട്ടാണ്? പിന്നീട് സ്വർഗ്ഗത്തിലേക്ക്. അതാണ് ഫഇന്നഹാ അലസ് സിറാത്ത് മതായാകും, സിറാത്ത് പാലത്തിൽ നിങ്ങൾക്കുള്ളതായ വാഹനമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ബഹുമാനികളെ, ഖിയാമത്ത് നാളിന്റെ രംഗങ്ങളെല്ലാം ഭീകരമാണ്. ഏറ്റവും പ്രധാനമായിട്ടും സിറാത്ത് പാലത്തിന്റെ അടുക്കൽ അത് വല്ലാത്ത വിഷമമുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന, ഒരാളെ കുറിച്ചും ചിന്തിക്കാത്ത ഒരു രംഗമാണ്. അവിടെ വാഹനത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വലിയ സൗഭാഗ്യമായിരിക്കും. അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നൽ ഉൽഹിയത തുൻജി സാഹിബഹ മിൻ ശർരി ദുനിയ വശർരിൽ ആഖിറ. എന്താ പറയുന്നത്? ഇന്നൽ ഉൽഹിയത, ഉൽഹിയത്ത് കർമ്മം എന്നുള്ളത് തുൻജി സാഹിബഹ, അത് നിർവഹിക്കുന്ന ആൾക്ക്, അതിൽ അപാകതകളൊന്നുമില്ലാതെ നിർവഹിക്കുന്ന ആൾക്ക്, അതിന്റെ സുന്നത്തുകളെല്ലാം പാലിച്ചുകൊണ്ട് കൃത്യമായ നിലയിൽ പാലിക്കുന്ന ഒരാൾ, തുൻജി സാഹിബഹ മിൻ ശർരി ദുനിയ വശർരിൽ ആഖിറ, ദുനിയാവിന്റെ ശർറുകളിൽ നിന്നും ആ മനുഷ്യൻ രക്ഷപ്പെടുന്നതാണ്, ആഖിറത്തിന്റെ ശർറുകളിൽ നിന്നും രക്ഷപ്പെടുന്നതാണ്. ആഖിറത്തിന്റെ ശർറുകളിൽ നിന്നും രക്ഷപ്പെടുന്നതാണ്. അതിനുള്ള തെളിവാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഖബറിൽ നിന്നും ഉണരുന്ന സമയത്ത് തന്നെ ആ ഉൽഹിയത്ത് മൃഗത്തിന്റെ പുറത്തായിരിക്കും യാത്ര. അങ്ങനെയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തുൻജി സാഹിബഹ മിൻ ശർരി ദുനിയ വശർരിൽ ആഖിറ, ദുനിയാവിന്റെ ശർറിൽ നിന്നും ആഖിറത്തിന്റെ ശർറിൽ നിന്നും. ബഹുമാനികളെ, ആഖിറത്തിന്റെ ശർറ് മാത്രമല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തുൻജി ശർറ ദുനിയ, ദുനിയാവിന്റെ ഒരുപാട് ശർറുകൾ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞില്ലേ, പല വിപത്തുകളും, പല പ്രതിസന്ധികളും, പല പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നും തെന്നി മാറാൻ നമ്മൾ നടത്തുന്ന ഉൽഹിയത്ത് കാരണമായി തീരുമെന്നത് ഈ ഹദീസ് നമുക്ക് തെളിവാണ്. ഈ ഹദീസ് നമുക്ക് തെളിവാണ്. അല്ലാഹു തആല നിർവഹിക്കാൻ, യഥാർത്ഥ നിലയിൽ തന്നെ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്ത് ചോദിച്ചു, മാ ഹാദിഹിൽ അലാഹി യാ റസൂലല്ലാഹ്, നബിയേ എന്താണ് ഈ ഉൽഹിയത്ത് എന്നുള്ളത്? സഹാബത്ത് ഒരിക്കൽ ചോദിച്ചതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ തങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? സുന്നത്തു അബീകും ഇബ്രാഹിം അലൈഹിസ്സലാം, നിങ്ങളുടെ പ്രപിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനോഹരമായ ചര്യയാണത്. അതൊന്നും ഓർക്കേണ്ടതാണ്. ആ ഒരൊറ്റ കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. ആരായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്താണ് കൊടുത്തത് തങ്ങൾ അള്ളാഹുവിന് വേണ്ടി? അല്ലേ, സ്വന്തം മകനെ കൊടുത്തു. അതിലേക്ക് ചേർത്തുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത്, സുന്നത്ത് അബീകും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യയാണ്, സുന്നത്താണ്, നടപടി ക്രമമാണ്. അപ്പോൾ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, അങ്ങനെയൊക്കെ ആണെങ്കിലും ഫമാലനാ യാ റസൂലല്ലാഹ്, ഞങ്ങളത് നിർവഹിച്ചാൽ ഞങ്ങൾക്ക് എന്താ കിട്ടുക? അപ്പോൾ തങ്ങൾ പറഞ്ഞു, ബികുല്ലി ശഅറത്തിൻ ഹസന, ഒരു ഹദീസിൽ കാണാം 10 നന്മകളാണ്. ഓരോ രോമകൂപത്തിനും നിങ്ങൾക്ക് ഒരു നന്മ, അതല്ല 10 നന്മകൾ എഴുതുമെന്നും 10 തിന്മകൾ മായ്ക്കപ്പെടുമെന്നും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ബഹുമാനികളെ, ആലോചിച്ച് നോക്കൂ, ഉൽഹിയത്ത് കർമ്മം നടത്തുമ്പോ അതിലൂടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ശർറുകളിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറഞ്ഞില്ലേ? ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ശർറുകളിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറഞ്ഞില്ലേ? എന്താണ് രക്ഷപ്പെടാനുള്ള കാരണം?
അതിനുള്ള കാരണം ഉളുഹിയ്യത്ത് മൃഗത്തിന്റെ ഓരോ രോമത്തിനും അല്ലാഹു തആല നന്മ എഴുതുകയും 10 നന്മ എഴുതുകയും 10 തിന്മകൾ മാപ്പാക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്, മാപ്പാക്കി തരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ ദുനിയാവിലെ നമ്മുടെ നേട്ടങ്ങളും ആഖിറത്തിന്റെ നേട്ടങ്ങളും നമ്മുടെ നന്മയുടെ അടിസ്ഥാനത്തിലാണ്. ചേർത്ത് വായിക്കും. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് നമ്മുടെ ദോഷത്തിന്റെ, നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ള ദോഷത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് മായ്ക്കപ്പെടുകയാണ് ഉളുഹിയ്യത്ത് കർമ്മത്തിലൂടെ. അതാണ് പറഞ്ഞത് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ശർറുകളിൽ നിന്നും ഈ മനുഷ്യൻ രക്ഷപ്പെടുമെന്ന് പറയാനുള്ള കാരണവും അതാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എത്ര മനോഹരമായ നിലയിൽ, എത്ര ശ്രേഷ്ഠകരമായ നിലയിലാണ് ബഹുമാനികളെ ഉളുഹിയ്യത്ത് കർമ്മത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നതെന്നറിയുമോ? ഇദാ മശാ അലാ ശിറാഇൽ ഉളുഹിയ്യ, ഉളുഹിയ്യത്ത് മൃഗത്തെ വാങ്ങുന്നതിന് വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ ഓരോ ചവിട്ടടിക്കും 10 നന്മകൾ അല്ലാഹു തആല എഴുതുന്നു എന്നുള്ളതാണ്. ഉളുഹിയ്യത്ത് മൃഗത്തെ വാങ്ങാൻ, ഉളുഹിയ്യത്ത് മൃഗത്തിന് വേണ്ടി വെള്ളം കൊടുക്കാൻ, അതിനുള്ള ഭക്ഷണം കൊടുക്കാൻ നാം ഇറങ്ങുമ്പോ ഓരോ ചവിട്ടടിക്കും അല്ലാഹു തആല നന്മ എഴുതുന്നു എന്ന് പറയുമ്പോ ആ ഒരു സൽക്കർമ്മത്തെ, ആ ഒരു സുകൃതത്തെ എത്രമാത്രം സ്വീകാര്യതയോടുകൂടെയാണ് അല്ലാഹു തആല നോക്കി കാണുന്നത്. അത് മാത്രമല്ല, ഉളുഹിയ്യത്തിന്റെ വിഷയത്തിൽ ആര് സംസാരിക്കുന്നുണ്ടോ, നമ്മുടെ ഈ സംസാരം പോലും, മാത്രമല്ല ഉളുഹിയ്യത്ത് കർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ സംസാരവും തസ്ബീഹായിട്ട് അല്ലാഹു തആല എഴുതുന്നു എന്ന് പറയുമ്പോ ആ ഒരു അമലിനെ എത്രമാത്രം ശ്രേഷ്ഠതയോടുകൂടെയാണ് അല്ലാഹു തആല കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്റെ പ്രിയ സഹോദരങ്ങൾ, ഒരു ഹദീസ് ശ്രദ്ധയോടെ കേൾക്കണം. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ ലഹു സഅത്തുൻ ഫിൽ ഉളുഹിയ്യതി ഫലം യുളഹി ഫലാ യഖ്റുബന്ന മുസല്ലാനാ. ഗൗരവത്തിൽ തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യനിക്ക് ഉളുഹിയ്യത്ത് ഇറക്കാൻ കഴിയും, അല്ലെങ്കിൽ ഒരു ഷെയർ കൂടാൻ കഴിയും, എന്നിട്ടും അവൻ അതിൽ നിന്നും ഒഴിവ് കഴിവുകൾ പറഞ്ഞ് പിന്മാറിയാൽ ഫലാ യഹ്ദുറന്ന മുസല്ലാനാ, ഞങ്ങൾ നിസ്കരിക്കുന്നിടത്തേക്ക് അവൻ വന്നു പോകരുത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായിരിക്കും പറയുന്നത്? നിസ്കരിക്കാമെന്ന നിസ്കാരം സഹിയാകോ ഇല്ല എന്നൊന്നുമല്ല, പിന്നെയോ ഒരു മാറ്റി നിർത്തലാണ്, ഒരു അകറ്റി നിർത്തലാണ്. ആലോചിച്ച് നോക്കൂ, ഒരു ഉളുഹിയ്യത്ത് അറക്കാൻ കഴിയും, അല്ലെങ്കിൽ ഒരു ഷെയർ കൂടാൻ കഴിയും, എന്നിട്ട് അതിൽ നിന്നും ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് പിന്മാറി കഴിഞ്ഞാൽ ഫലാ യഹ്ദുറന്ന മുസല്ലാനാ, അവൻ നമ്മുടെ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു പോകരുത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ചിന്തിച്ചു നോക്കൂ ബഹുമാനികളെ, എത്രമാത്രം ഗൗരവത്തോടുകൂടിയാണ് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും രക്ഷപ്പെട്ട് കാണണമെന്ന് ആഗ്രഹമുള്ള ആളാണ് തങ്ങൾ, അല്ലേ? സിറാത്ത് പാലത്തിന്റെ അടുക്കൽ സ്വന്തം കാര്യത്തിന്റെ പേരിലല്ല തങ്ങൾ സിറാത്ത് പാലത്തിൽ വിഷമത്തോടെ കൂടെ നിൽക്കുന്നത്. ആയിഷ, നിന്നെയും ഞാൻ ഓർക്കുകയില്ല എന്ന് പറയാനുള്ള കാരണം അവിടെ തങ്ങൾ ആരുടെ വിഷയത്തിലാണ്? സമുദായത്തിന്റെ വിഷയത്തിൽ പ്രയാസം അനുഭവിക്കുന്നത് കൊണ്ടാണ്, നമ്മുടെ വിഷയത്തിലാണ്, നമ്മൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആ തങ്ങളാണ് പറയുന്നത്, നിങ്ങൾ നിസ്കരിക്കാൻ ഞങ്ങളുടെ അടുക്കലേക്ക് വരേണ്ടതില്ല എന്ന്. അത് അത്രമാത്രം ഗൗരവമുള്ളത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും കഴിയുന്ന എല്ലാവർക്കും ഉളുഹിയ്യത്ത് കർമ്മത്തിൽ ഭാഗവാക്കാകാൻ തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. ഉളുഹിയ്യത്ത് ഷെയർ ഒന്നിന് 11,000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് 10,000 രൂപയാണ്. പക്ഷേ മൃഗത്തെ വാങ്ങുന്ന സമയത്ത് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉയർന്ന വിലയാണ് ഉള്ളത്. സാഹചര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ 10,000 രൂപ ഷെയർ കൊടുത്ത് ഒരുപാട് നമ്മൾ ആലോചിച്ചാൽ നമ്മുടെ നന്മകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? പിന്മാറും, അല്ലെ? നന്മ ആഗ്രഹം വന്നാൽ, തീരുമാനം വന്നാൽ ഉടനെ തന്നെ കമ്മിറ്റി അറിയിച്ച്, കഴിയുമെങ്കിൽ അന്ന് തന്നെ നമ്മൾ പൈസ ഏൽപ്പിച്ച് നമ്മുടെ ഷെയർ ഉറപ്പിക്കുക. 11,000 രൂപ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അധികം ആളുകൾക്കും കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മറ്റ് പ്രോത്സാഹനങ്ങൾക്കോ മറ്റ് ആലോചനകൾക്കോ ഒന്നും നിൽക്കാതെ തന്നെ പുണ്യകരമായ കർമ്മത്തിൽ ഭാഗവാക്കാകണമെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, ആൺകുട്ടികളുടെ പ്രീമാരിറ്റൽ കോഴ്സ്
മെയ് 7-ാം തീയതി ഇൻഷാ അല്ലാഹ് വരുന്ന വ്യാഴാഴ്ച 2026 മെയ് 7-ാം തീയതി വ്യാഴാഴ്ച നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനിയും ചേരാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസുമായിട്ട് ബന്ധപ്പെടണമെന്ന് അറിയിച്ചു കൊള്ളുന്നു. പ്രീമാരിറ്റൽ കോഴ്സ് ഇനിയുള്ള വിവാഹത്തിന് ഈ സർട്ടിഫിക്കറ്റ് വളരെയധികം പ്രധാനമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഗൗരവത്തിൽ എല്ലാവരും എടുക്കണം. സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം മാത്രമല്ല, ഇന്ന് കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്, അതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിവസത്തെ കോഴ്സിലേക്ക് പറഞ്ഞയക്കണം. എത്രയും പെട്ടെന്ന് അതിലുള്ള അഡ്മിഷൻ നമ്മൾ ഉറപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നീ സഫലീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന, നീ പൊരുത്തപ്പെടുന്ന അമലുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അതിനുള്ള സാമ്പത്തിക ഭദ്രത നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് റബ്ബേ. ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ നിറവേറ്റി തരണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഉദ്ദേശിച്ചാൽ തീരുമാനത്തിലാക്കാൻ കഴിയാത്ത, നടപ്പിലാക്കാൻ കഴിയാത്ത, നീ ഉദ്ദേശിച്ചാൽ മാത്രം തീരുമാനമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മുന്നിലുണ്ട് റബ്ബേ. നിന്റെ കരുണ കടാക്ഷം കൊണ്ട് അല്ലാഹുവേ അതെല്ലാം നീ നിറവേറ്റി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ ജോലികൾ ഇല്ലാത്തവരുണ്ട് റബ്ബേ. ജോലികൾ നീ അനുയോജ്യമായ ജോലി നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളിൽ ജോലിയുള്ളവരുടെ ജോലികളിൽ നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, കടങ്ങളുള്ളവരുണ്ട് റബ്ബേ. വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ആരെയും കടക്കാരായി കൊണ്ട് നീ മരിപ്പിക്കരുത് അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിലും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിലും പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. വീടുകളിലുണ്ട്, ഹോസ്പിറ്റലുകളിലുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. സിഹത്തും സലാമത്തും നൽകണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും നീ സലാമത്താക്കണം റഹ്മാനെ. മാരകമായ രോഗങ്ങൾ വരുന്നതിനെ തൊട്ട് ഞങ്ങളെവരെയും നീ കാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണം റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ പള്ളിയുടെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അതിലേക്ക് സഹായിച്ചവരെ നീ സഹായിക്കണം റഹ്മാനെ. അല്ലാഹുവേ, വലുതും ചെറുതുമായ സഹായങ്ങൾ നൽകിയവരുണ്ട് റബ്ബേ. എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. വലിയ ആളുകളും ചെറിയ കുട്ടികളും അതിലേക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ ഏവരെയും നീ സ്വീകരിക്കണം റഹ്മാനെ. റബ്ബന റഹ്മഹും കമാ റബ്ബൗനാ സിഗാറ. അല്ലാഹുവേ, ഉൽഹിയ്യത്ത് എന്ന കർമ്മം മനോഹരമായ നിലയിൽ നിർവഹിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. മയ്യിത്ത് നിസ്കാരം പറഞ്ഞിട്ടുള്ളത് തത്തനംപള്ളി എന്ന സ്ഥലത്തുള്ള മക്കടയിൽ ജാബിർ എന്ന് പറയുന്ന സഹോദരന് വേണ്ടിയുള്ള മയ്യിത്ത് നിസ്കാരമുണ്ട്. അല്ലാഹു തആല സഹോദരന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ഇന്ന് നമ്മുടെ മഹല്ലിൽ ഒരു സഹോദരൻ ഷാർജയിൽ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല സഹോദരന് പുറത്തു കൊടുക്കുമാറാകട്ടെ, മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, മർഹമത്ത് നൽകുമാറാകട്ടെ. എല്ലാവിധ റാഹത്തും അല്ലാഹു ആ റൂഹിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സഹോദരന്റെ വേർപാടിൽ വിഷമിക്കുന്ന മനസ്സുകൾക്ക് അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. വാഖിറു ദഅവതന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.